റൂം സീൽ ചെയ്യാം. സാർ. സാർ. എല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തേക്കണം. റിഗർ മോർട്ടിസ്. ബോഡി ഇനി മരവിച്ചിട്ടില്ല. അതായത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. ഇപ്പൊ സമയം 9:10. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിക്ക് 3 മണിക്കും ഇടയ്ക്ക് ആയിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത്. എഴുത്തച്ഛാ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സാർ. മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാച്, ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റ യാചനയെ എനിക്കുള്ളൂ. എൻ്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ടാണ്. മദറിനാണ് ഈ കത്ത്. സിസ്റ്റർ അമലയുടെ ഈ കുമ്പസാര കത്തിന് മറുപടി മദർ പറഞ്ഞേ പറ്റൂ. എനിക്കൊന്നും പറയാനില്ല. ഇതാണ് മറുപടിയെങ്കിൽ ഇപ്പൊ മദറിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? അല്ല. യെസ്. ലോകം, ശരീരം, പിശാച് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇല്ല, എനിക്കൊന്നും അറിയില്ല. അറിയാം, മദറിനറിയാം. ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ പീഡനം സഹിക്ക വയ്യാതെയാണ് സിസ്റ്റർ അമല ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ മദറിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കിടന്നത്? 10 മണിക്കാണ് ഞാൻ ഉറങ്ങാറ്. മദറിന്റെ ഉറക്കത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. സിസ്റ്റർ അമല ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതെനിക്കറിയാൻ മേല. പിന്നെ എന്തറിയാം? ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു. മരിച്ച അമല സിസ്റ്ററുടെ റൂം ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇന്നലെ ഉച്ചയ്ക്ക് അടിച്ചു വാരിയിട്ടതാണ്. ഉറപ്പാണല്ലോ? അതെ, ഞാൻ ഇന്നലെ ആ മുറി ക്ലീൻ ചെയ്തത്. അപ്പോ അമല സിസ്റ്റർ റൂമിലുണ്ടായിരുന്നു? ഇല്ല, കോടതിയിൽ പോയിരിക്കായിരുന്നു. ഈ സിസ്റ്റർ അമല ആളെങ്ങനെ എല്ലാം വലിച്ചു വാരിയിടുന്ന കൂട്ടത്തിലാണ്? അല്ല. പിന്നെ ആരാണ് ആ മുറി ആകെ ഇളക്കി മറിച്ചിട്ടത്? ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ആരൊക്കെയായിരുന്നു സിസ്റ്റർ അമലയുടെ വിസിറ്റേഴ്സ്? പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ആരും വന്നിട്ടില്ല എന്നല്ലല്ലോ. ഈ പ്രത്യേകിച്ച് എന്ന വിശേഷണത്തിൽ പെടാത്ത ആരൊക്കെ വന്നു? ആരും വന്നിട്ടില്ല. എത്ര മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം? 5 മണി വരെ. 5 മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ സാധാരണ നിലയിൽ പ്രവേശനം അനുവദിക്കില്ല. അപ്പൊ വരുന്നത് അസാധാരണക്കാരനാണെങ്കിൽ പ്രവേശനം അനുവദിക്കും അല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേരെഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമല അടക്കം 30 പേർ. ഓക്കെ മദർ. വൺ മോർ ക്വസ്റ്റ്യൻ. സിസ്റ്റർ അമലയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചത് ആരെയാണ്? അത് പറയണം. ഫാദർ ക്ലെമൻ കാളിയാറിനെ. ഓഹോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? വിമല. സിസ്റ്റർ വിമലയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. എനിക്കതറിയണം. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. മൈഥിലി. യെസ് സർ, ഇവരൊക്കെ ഇന്നലെ രാത്രി കോൺവെന്റിൽ ഉണ്ടായിരുന്നവരാണ്. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് നടക്കുന്നവരാ സാറേ. എപ്പോഴാ ഇവിടെ വന്നത്? ഇന്നലെ സന്ധ്യയ്ക്ക്. പേരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നവരാണ് സാർ. ഇവരുടെ പേരൊന്നും ഈ വിസിറ്റേഴ്സ് ബുക്കിലില്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. ഞങ്ങൾക്കും ഇന്ന് തന്നെ പോണം. എഴുത്തച്ഛൻ, ഇവരെ വേഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കോളാമേ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കുഞ്ഞാടുകളെ, വെള്ളരിപ്രാവുകളെ, മാടപ്രാവുകളെ, കണ്ണാട വെച്ച പ്രാവുകളൊക്കെ നടക്ക്. അഡ്ജസ്റ്റ് ചെയ്ത് പോണം. കർത്താവേ, വരണം മദർ. ഇന്നലെ വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അതൊന്നാമത്തെ കള്ളം. ആ പോയ 5 പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് രണ്ടാമത്തെ കള്ളം. ഇനിയുണ്ടോ ഇത്തരം രഹസ്യാതിഥികൾ വേറെ? കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മദർ.
എത്ര കാലമായി വായന തുടങ്ങിയിട്ട്? 3-4 വർഷമായേ. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണേ. എന്നെ വായിക്കാൻ കേക്കട്ടെ. ഞാൻ എന്റെ പ്രിയന്റേതാണ്, അയാൾ മോഹിക്കുന്നത് തന്നെയാണ്. എന്റെ പ്രിയൻ എന്നോട്. മതി, ഇങ്ങനെ വായിച്ചാൽ നിങ്ങളുടെ വയറ്റി പഴുപ്പ് വരും. ഇന്നലെ പകല് എത്ര മണി വരെ വായിച്ചു? വൈകിട്ട് 5 മണി വരെ. അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കിടന്നു. വന്ന ഉടനെ കിടന്നോ അല്ല പിന്നെയും വായിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങിപ്പോയി. ശരിയാ, നല്ല ക്ഷീണം കാണും. ഈ വായന എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ. ഇന്നലെ രാത്രി മഠത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. സത്യനോട് തുറന്നു പറയണം. എനിക്കൊന്നും നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വിൽക്കും വെച്ചാ വായിക്കാൻ നടക്കണേ. നിങ്ങൾ വരാം. കർത്താവാണ് സത്യം, എനിക്കൊന്നും അറിയില്ലേ. എന്താ കർത്താവെന്ന് വിളിച്ച വിളിയേക്കാൻ കർത്താവാണോ നിങ്ങളുടെ ഭർത്താവ്? നിങ്ങളുടെ പേരെന്താ? ക്ലാര വെറോണി എസ്തപ്പാൻ. എന്താ? ക്ലാര വെറോണി എസ്തപ്പാൻ. ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും. അപ്പൊ വിളി കേട്ടാ മതി കേട്ടാ. കേട്ടോളാമേ. മൈഥിലി. ഇവരെല്ലാം പേര് നാളെ എഴുതിയെടുത്ത് വിട്ടോളാം. ഞാൻ എപ്പോ വിളിച്ചാലും ഇവിടെ ഒന്ന് വായിച്ചോളാം കേട്ടാ. മറിയം. ഈ മദർ എങ്ങനെയാള്? ഐ മീൻ ഇൻ പേഴ്സൺ, ഇച്ചിരി കൂടിയതാ. സ്വഭാവത്തിലോ അതോ? പറയണം. ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാ നടന്നത്? പകൽ ആരൊക്കെ വന്നു പോയി? യെസ്, ടെൽ മീ. ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയാറച്ചൻ കോൺവെന്റിൽ വന്നത്? പറയണം. അയ്യോ, അച്ഛൻ വന്നോന്ന് എനിക്കറിയാൻ മേല. കാണാത്ത കാര്യമൊന്നും ഞാൻ പറയല്ല ഒരിക്കലും. അതിന്റെ അർത്ഥം അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്നല്ല, വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. ആ, നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ? ഇല്ല. അറിയാമെന്നോ? സിസ്റ്റർ കൊച്ചിന് അങ്ങനെ പലതും അറിയാം. അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തിയേച്ച് പരീക്ഷിച്ച് നോക്കണ്ട. വാട്ടിക്കളഞ്ഞലോട് റാവുത്രേ താൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ, മനസ്സിലൊന്നും വെച്ചേക്കല്ലേ. നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേഴണേ. ഇവരെ വിളിച്ചാൽ കർത്താവ് വേഗം കേൾക്കും. മണവാട്ടിമാരല്ലേ? പിന്നെ സിസ്റ്റർ പോയട്ടെ. ആ സിസ്റ്ററെ, ഇയാൾ എന്നേലും പേപ്പറിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു? ഇല്ല. ശരി. താൻ സ്പോട്ടിൽ പോയല്ലേ? പോയിരുന്നു സർ. കണ്ടിട്ട് എന്നാ തോന്നി? ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. എന്ന് തന്നോട് ആര് ഒഴിഞ്ഞു? ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ. മിനിമം കോമൺ സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. കോമൺ സെൻസ് ക്രാപ്പ്. എടോ, സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയാതെ താൻ എന്നാത്തിന്റെ പേരിലാ മഠത്തിലെ സിസ്റ്റർമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദേ, തട്ടറിഞ്ഞ് വേഷം കെട്ടിയില്ലേ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും. പിന്നൊരു കാര്യം, മേലിൽ എന്റെ അനുവാദം അല്ലാതെ മഠത്തിൽ നിന്ന് ആരെ വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല. മനസ്സിലായോടോ? സർ, ഷൈൻ ചെയ്യാൻ ഇയാൾ പണ്ടേ മിടുക്കനാ. മസൂറി ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ. ഓവർ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല. എടാ കുണ്ടമ്പോളെ, കളക്ടർ കല്ലുങ്കൽ പോൾ വർഗീസ് ആയപ്പോ നീ ആ പഴയ പേരങ്ങ് മറന്നു അല്ലേ? ഷട്ട് യുവർ റോട്ടൺ മൗത്ത്. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ക്യാമ്പിലെ ഷൂ ഷൈനർ ചെക്കനെ മുറി കയറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത്? അല്ലെങ്കിൽ നൂൽബന്ധമില്ലാതെ നിന്ന നിന്റെ അടിനാവി നോക്കി ഞാൻ കാലുമടക്കി തൊഴിച്ചപ്പോഴോ? ഒടിച്ചെടുക്കും ഞാൻ. കണ്ട അണ്ടന്റെ അടോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താൻ വന്നാലുണ്ടല്ലോ. സോറി സാർ. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ?